പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദിമുതൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ സഭയുടെ ഓസ്ട്രേലിയൻ ഭദ്രാസനത്തിലെ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിക് ഓർത്തഡോക്സ് ദേവാലയത്തിലെ ബഹുമാനപ്പെട്ട വികാരി കുര്യാക്കോസച്ചനും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. ക്രിസ്തുവിൻ്റെ ശരീരമായ പരിശുദ്ധ സഭ 3 നോമ്പിൻ്റെ അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണല്ലോ. എന്താണ് നോമ്പ്? നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ക്രിസ്തുവിൻ്റെ ജീവിതവുമായി ക്രിസ്തുവുമായി താതാത്മ്യപ്പെടേണ്ട ദിനങ്ങളാണ് നോമ്പിൻ്റെ ദിനങ്ങൾ. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികളൊക്കെ ക്രിസ്തു കേന്ദ്രീകൃതമായി തീരുവാനായിട്ടാണ് നോമ്പ് പരിശുദ്ധ സഭ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം എന്ന് വിചാരിക്കുക. യൂറോപ്യൻ ഗ്രാമങ്ങളിൽ ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്തുചരിതം നാടകമായി അവതരിപ്പിക്കുന്ന ഒരു പതിവുണ്ട്. വലിയ നോമ്പിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ ഈ നാടകത്തിനു വേണ്ടിയുള്ള റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്യും. വികാരിയച്ഛന്മാരാണ് നടന്മാരെയും നടിമാരെയും ഒക്കെ തിരഞ്ഞെടുക്കുക. അങ്ങനെ ഒരു ദേവാലയത്തിൽ ഒരു നോമ്പിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ വികാരിയച്ഛൻ ക്രിസ്തുചരിതം നാടകത്തിനു വേണ്ടിയുള്ള റിഹേഴ്സലിൻ്റെ ആരംഭമായി നടീനടന്മാരെ സെലക്ട് ചെയ്തു. യേശുക്രിസ്തുവായി അഭിനയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് മനോലീസ് എന്ന് പറയുന്ന ഈ യൗവനക്കാരനാണ്. റിഹേഴ്സൽ കാലഘട്ടത്തിലൊക്കെ വളരെ ഭംഗിയായി മനോലീസ് അഭിനയിച്ചു. അങ്ങനെ ഹാശ ആഴ്ച കടന്നു വന്നു. ഊശാന കഴിഞ്ഞു. ഉയർപ്പിൻ്റെ ദിവസമെത്തി. മനോലീസ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഭംഗിയായി ക്രിസ്തുവായി അഭിനയിച്ചു. എല്ലാവരും വളരെയേറെ അഭിനന്ദിച്ചു. സമയങ്ങൾ കടന്നുപോയി. നാടകം കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ തൊഴിൽ മേഖലയിലേക്ക് പിറ്റേന്ന് പ്രഭാതത്തിൽ യാത്രയായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പള്ളി ഭരണസമിതി അംഗങ്ങളെല്ലാവരും വികാരിയച്ഛനെ കണ്ട് ഒരു പരാതി അറിയിക്കുവാനായി കടന്നു വന്നു. അവരുടെ പരാതി ഇതാണ്: അച്ഛൻ യേശുക്രിസ്തുവായി അഭിനയിക്കുവാൻ വിളിച്ച് തെരഞ്ഞെടുത്ത് നല്ല അഭിനയം കാഴ്ചവെച്ച മനോലീസിന് ഒരു മാനസിക വിഭ്രാന്തിയാണ്. അവൻ്റെ മാനസിക വിഭ്രാന്തി എന്ന് പറയുന്നത് അവൻ ക്രിസ്തുവായി ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുക. അവൻ ക്രിസ്തു പറയും പോലെ പറയാൻ തുടങ്ങുന്നു. അവൻ ക്രിസ്തു ചിന്തിക്കും പോലെ ചിന്തിക്കാൻ തുടങ്ങുന്നു. അവൻ ക്രിസ്തു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കാൻ. അങ്ങനെ അവൻ ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. സമൂഹത്തിന് വലിയ പ്രതിസന്ധിയാണ് ഈ മനോലീസ് മൂലം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ അവനെ ഒന്ന് ഉപദേശിച്ച് അവൻ ക്രിസ്തുവാകുന്ന പരിപാടി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ അവരോട് വലിയ വിഷമം കേട്ടിട്ട് മനോലീസിനെ വിളിച്ചിട്ട് ഇപ്രകാരം ഉപദേശിച്ചു എന്നാണ് കഥ. മനോലീസ്, നിന്നെ ഞാൻ വിളിച്ചത് ക്രിസ്തുവായി അഭിനയിക്കാനാണ്, ക്രിസ്തുവായി ജീവിക്കാനല്ല. അതുകൊണ്ട് നീ ക്രിസ്തുവായി അഭിനയിച്ചാൽ മതി, ക്രിസ്തുവായി ജീവിക്കണ്ട. വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതം ക്രിസ്തുവിനെ അനുകരിക്കേണ്ട ജീവിതമാണ് എന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. എന്നാൽ പലപ്പോഴും നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നതിന് പകരമായി, ക്രിസ്തുവായി തീരേണ്ട പ്രക്രിയയ്ക്ക് പകരമായി പലപ്പോഴും നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകുന്നതായി അഭിനയിച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ദേവാലയത്തിൽ വരുമ്പോൾ ആരാധനയുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ, വൈദികരുടെ മുമ്പിലൊക്കെ നമ്മൾ നല്ല ക്രിസ്ത്യാനിയായി ഭംഗിയായി അവതരിപ്പിച്ച് അഭിനയിച്ച് തീർക്കുന്നതിനപ്പുറമായി ഒരു ക്രിസ്തുവാകൽ പ്രക്രിയ, ആ പ്രക്രിയയെ ആണ് നോമ്പ് ദിനങ്ങളിലൂടെ സാധ്യമായി തീരേണ്ടത്. ആ ഒരു അനുഭവത്തിന് വേണ്ടിയാണ് നോമ്പ് പരിശുദ്ധ പിതാക്കന്മാർ സഭയിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. നിനിവേ നോമ്പ് എന്ന മനോഹരമായ ഈ അനുതാപത്തിന് നോമ്പ് യോനാ ദീർഘദർശിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുക. നിനിവേ എന്ന് പറയുന്ന മഹാനഗരം, പാപത്താൽ അടിമപ്പെട്ടു പോയിരുന്ന നഗരം, അത് നശിച്ചു പോകുവാനായിട്ട്
ദൈവത്താൽ നശിപ്പിക്കപ്പെടുവാനായിട്ടിരിക്കുന്നു എന്നുള്ളതായ ഒരു വലിയ ദീർഘദർശനം, പ്രവചനം, അത് പ്രവചിക്കേണ്ട, അത് നിറവേറ്റി ജനത്തെ ബോധവൽക്കരിക്കേണ്ടവനായിരുന്നു ദീർഘദർശിയായ യോന. എന്നാൽ യോനായ്ക്ക് നിനവയിലേക്ക് കടന്നു ചെന്ന് അവിടെ ആ നിനവയുടെ മേലുള്ളതായ ആ ഒരു വലിയ കഷ്ടതയെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ട് വിമുഖത വേർപ്പെടുകയും അവൻ തർശീശിലേക്ക് കപ്പൽ കയറുകയും ചെയ്തപ്പോൾ, അവൻ വളഞ്ഞ വഴിയിലൂടെ പോയപ്പോൾ അവനെ ദൈവം യഥാർത്ഥ ദിശയിലേക്ക് കൊണ്ടുവന്നെത്തിച്ച് നിനവയിലെ ജനം 40 രാവും 40 പകലും യഹോവയാം ദൈവത്തോട് കണ്ണുനീരോടെ അപേക്ഷിക്കുമ്പോൾ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞു കുട്ടി മുതൽ രാജാവ് വരെ മൃഗങ്ങളെപ്പോലും ഭക്ഷണം കൊടുക്കാതെ കഠിനമായ 40 രാവും 40 പകലിലെ ഉപവാസത്തിന് ശേഷം ദൈവത്തിൻ്റെ വലിയ കോപത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്ന നിനവയിലെ ജനം. അന്നുവരെയും ഇസ്രായേൽ ജനത്തിന് മാത്രം വിടുതലും സൗഖ്യവും നൽകിയിരുന്ന യഹോവയാം ദൈവം ഇതാ പുറജാതികളെ കൂടി കരുതുന്നവനാണ്, അവൻ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനാണെന്നുള്ള വലിയ സന്ദേശം കൂടിയാണ് ഈ നിനുവയിലെ രക്ഷയുടെ അനുഭവത്തിലൂടെ, ഈ നിനുവെ സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വാത്സല്യമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഈ 3 നോമ്പിൻ്റെ, ഈ നിനുവെ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ യാക്കോബായക്കാരനെന്നോ ക്രിസ്ത്യാനിയെന്നോ അല്ല, മറിച്ച് ലോകം മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി സജ്ജമാക്കേണ്ട അനുഭവമാണ് ക്രിസ്ത്യാനികളായ എനിക്കും നിങ്ങൾക്കുമുള്ളത്. കാരണം ലോകത്തിന് മുഴുവൻ വേണ്ടിയാണ് ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് വേണ്ടി ബലിയായി തീർന്നത്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ, ആ ക്രിസ്തു സ്നേഹത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ കാലഘട്ടത്തിലെ, ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിലെ ധ്യാന ചിന്തകൾ മുഖാന്തരമായി തീരട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഏതാനും ചില നിമിഷങ്ങളിലെ ധ്യാന ചിന്തയ്ക്കായി വിശുദ്ധനായിരിക്കുന്ന മർക്കോസ് അബ്രോനോ എഴുതിയ രക്ഷാസുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 47-ാമത്തെ തിരുവചന ഭാഗം ഇപ്രകാരം വായിക്കാം. നസ്രായനായ യേശു ആകുന്നു അത് എന്ന് അവൻ കേട്ടപ്പോൾ, ദാവീദ് പുത്ര, എന്നോട് കരുണ ചെയ്യണമേ എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ മിണ്ടാതിരിപ്പാൻ അനേകർ അവനെ വിലക്കി. എന്നാൽ അവനോ കൂടുതലായി അട്ടഹസിച്ചുകൊണ്ട്, ദാവീദ് പുത്ര, എന്നോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ശിരസ്സുകളെ ദൈവതിരുസന്നിധിയിൽ നമിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗം തൻ്റെ സിംഹാസനം, ഭൂമി തൻ്റെ പാദപീഠമെന്ന് അരുളി ചെയ്ത കാരുണ്യവാനായ ദൈവമേ, നിന്റെ പാദപീഠത്തിങ്കിൽ ചേർന്നിരുന്ന് നിന്റെ സിംഹാസനത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ അവിടുന്ന് കരുണയോടെ വീക്ഷിക്കണമേ. ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ പ്രവൃത്തികൾ ഒക്കെ നിന്റെ ഇഷ്ടത്തിനായി തീരുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനക്കേൾവിയിലൂടെ അവിടുന്ന് ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കണമേ. ഞങ്ങളുടെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനെ, ഞങ്ങളെ തന്നെ പരിപൂർണമായി തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഏറെ കുറവുകളും ബലഹീനതകളും പാപങ്ങളുമുള്ളവരാണ് ഞങ്ങളെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് കർത്താവേ. എങ്കിലും നിന്റെ കരുണ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, നിന്നുള്ള വിശ്വാസവും ഭയഭക്തിയും ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. വാത്സല്യമുള്ളവരെ, വായിച്ചു കേട്ടതായ വേദഭാഗം ഏവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തു തൻ്റെ രക്ഷണ്യ മനുഷ്യാവതാര കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഈ ഭൂമിയിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു നൽകിയ ഒരു സൗഖ്യ ശുശ്രൂഷയുടെ പ്രാരംഭ വായനയാണ് ഇപ്പോൾ നാം കേട്ടത്. വിശുദ്ധനായിരിക്കുന്ന മർക്കോസ് അബ്രോനോ എഴുതിയ രക്ഷാസുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളും, വിശുദ്ധനായിരിക്കുന്ന ലൂക്കോസ് അബ്രോനോ എഴുതിയ രക്ഷാസുവിശേഷം 18-ാമത്തെ അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലും ഈ ഒരേ സംഭവം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. തീമായുടെ മകനായ ബർത്തീമായി എന്ന് പറയുന്ന കുരുടനായ മനുഷ്യൻ ക്രിസ്തുവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചതാണ് ഇതിൻ്റെ പശ്ചാത്തലം. എന്താണ് തീമായി എന്ന വാക്കിൻ്റെ അർത്ഥം?
എന്ന് ചോദിച്ചാൽ ഉയർന്ന, വിലയുള്ളവൻ, ഉയർന്നവൻ എന്നൊക്കെയാണ്. എന്തു തന്നെയാണെങ്കിലും ബർത്തിമായി ഇന്ന് വിലകെട്ടവനായി, ഉയർന്നവനല്ല താഴ്ന്നവനായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലാണ് ക്രിസ്തു യെരൂശലേമിൻ്റെ തെരുവീഥികളിലൂടെ യാത്ര ചെയ്യുന്നത്. തൻ്റെ പരസ്യശുശ്രൂഷയുടെ വേളകളിൽ ക്രിസ്തു ഈ യെരൂശലേം തെരുവീഥികളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ബർത്തിമായി എന്ന് പറയുന്ന മനുഷ്യൻ, ഈ അന്ധനായ മനുഷ്യൻ യേശുക്രിസ്തു ആണ് യാത്ര ചെയ്യുന്നതെന്ന് കണ്ടിട്ട് കുറിയേലായിസോൻ എന്ന പ്രാർത്ഥന ചൊല്ലി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ക്രിസ്തുവിൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുക. അങ്ങനെ ക്രിസ്തു അവന് സൗഖ്യം നൽകുന്നതാണ് ഈ വേദഭാഗം. പ്രിയമുള്ളവരെ, ഈ ബർത്തിമായുടെ ജീവിതം നാം ശാന്തമായി പരിശോധിക്കുമ്പോൾ ഈ ഏതാനും ചുരുങ്ങിയ ചില വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില സവിശേഷതകൾ അക്കമിട്ട് നിങ്ങളുമായി പങ്കുവെച്ച് എൻ്റെ എളിയ ധ്യാന പ്രസംഗം വേഗത്തിൽ അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബർത്തിമായുടെ ജീവിതത്തിലെ ഒന്നാമത്തെ പ്രത്യേകത പരിസരബോധമുള്ളവനായിരുന്നു ബർത്തിമായി എന്നുള്ളതാണ്. ആരായിരുന്നു ബർത്തിമായി എന്ന് ചോദിച്ചാൽ ഒന്നാമതായി നമുക്ക് പറയാൻ സാധിക്കും, അവൻ പരിസരബോധമുള്ളവനായി. ഒരു വലിയ ജനക്കൂട്ടം, ഒരു വലിയ ആരവം അവൻ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്ന തെരുവിൽ നടക്കുന്നു. എന്താണ് കാരണം? അവൻ തിരക്കി. അത് യേശുക്രിസ്തു കടന്നു പോകുക. അവന് മനസ്സിലായി, അവന് സൗഖ്യം നൽകാനായിട്ട് കഴിയുന്ന ഒരേ ഒരാളാണ് ക്രിസ്തു. അവൻ മറ്റൊന്നും നോക്കിയില്ല. അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ, അവൻ്റെ ചുറ്റുപാട് നടക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവം എന്താണെന്ന് മനസ്സിലാക്കിയ ഈ ബർത്തിമായി അവൻ ക്രിസ്തുവിനെ വിളിച്ചു കരയുകയാണ്. യേശുവേ, ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ. വാത്സല്യമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ പരിസരബോധമുള്ളതാണോ എന്ന് ശാന്തമായി ചിന്തിക്കണം. പലപ്പോഴും ദേവാലയത്തിൽ ആരാധനയ്ക്ക് വന്ന് നിൽക്കുമ്പോൾ നമ്മൾക്കൊക്കെ ഈ പരിസരബോധം പലപ്പോഴും ഉണ്ടാകാറുണ്ടോ? പണ്ടച്ചന്മാർ പ്രസംഗത്തിൽ പറയുമായിരുന്നു, ഈ സമയത്ത് ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സും ഹൃദയവും ഒക്കെ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് പുത്രൻ തമ്പുരാൻ ഇരിക്കുന്നിടമായ മഹോന്നതങ്ങളിലായിരിക്കണമെന്ന് പുരോഹിതൻ പറയുമ്പോൾ അവിടെ തന്നെയാണോ നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും എന്ന് പണ്ട് അച്ഛന്മാർ പ്രസംഗത്തിൽ പറയുന്ന ഒരു ടോപ്പിക്. വാത്സല്യമുള്ളവരെ, ആ ചിന്തയൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം. പരിസരബോധത്തോടു കൂടിയാണ്. ഞാൻ ആരാണ്? ഞാനൊരു പുരോഹിതനാണ്, ഞാനൊരു പിതാവാണ്, ഞാനൊരു മാതാവാണ്, ഞാനൊരു സഹോദരനാണ്, ഞാനൊരു സഹോദരിയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഈ പരിസരബോധം, ഈ ഒരു ബോധം, ഞാൻ ആരാണെന്ന ബോധം. ഏദൻ തോട്ടത്തിൽ ആദമിനെ വിളിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആദമേ, നീ എവിടെയാണ്? നീ ഇപ്പോൾ എവിടെയാണ്? ഞാൻ നിന്നെ ആക്കി വെച്ച ഒരു സമൂഹമുണ്ട്, ഒരു സ്ഥലമുണ്ട്, ഒരിടമുണ്ട്. ഞാൻ നിന്നെ ആക്കി വെച്ചൊരിടമുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പരിസരബോധത്തോടെ ജീവിക്കേണ്ടവനാണ്. ദാനിയേലിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ ബെൽഷസ്സർ രാജാവിൻ്റെ മനോഹരമായ ഒരു വിവരണം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആരാണ് ബെൽഷസ്സർ എന്ന് ചോദിച്ചാൽ അവൻ്റെ ഉത്തരം നെബൂഖദ്നേസർ രാജാവിൻ്റെ മകനാണ് ബെൽഷസ്സർ രാജാവ്. ആരാണ് നെബൂഖദ്നേസർ? യെരൂശലേം ദേവാലയത്തെ കൊള്ളയടിച്ചവനാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എങ്ങനെയായിരുന്നു എന്ന് വളരെ വ്യക്തമായി കണ്ട് മനസ്സിലാക്കിയവൻ്റെ പേരാണ് ബെൽഷസ്സർ. എന്നാൽ ഈ ബെൽഷസ്സർ തൻ്റെ പിതാവ് ചെയ്ത തെറ്റുകളെ അപ്പാടെ അതിൽ നിന്ന് ഒരു അണുവിട വ്യതിചലിക്കാതെ അവൻ്റെ പിതാവിൻ്റെ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്യുകയാണ്. അവൻ്റെ അപ്പൻ ചെയ്ത തെറ്റുകളെ വീണ്ടും വീണ്ടും തൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കുമ്പോൾ ആ രാത്രിയിൽ ബെൽഷസ്സർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുക. അപ്പോൾ പരിസരബോധത്തോടെ തൻ്റെ പിതാവ് ചെയ്ത തെറ്റിന് അവൻ ഏറ്റുവാങ്ങേണ്ടി വന്ന ശിക്ഷയെക്കുറിച്ചുള്ള ബോധമില്ലാതെ അവൻ സ്വയം, ഈ പിതാവിൻ്റെ മകനായ ബെൽഷസ്സർ, ഒരു പാപചിന്തയിൽ, ഒരു മാനസാന്തരത്തിൻ്റെ ചിന്തയില്ലാതെ അവൻ്റെ അപ്പൻ്റെ തെറ്റുകളെ വീണ്ടും വീണ്ടും തൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കുമ്പോൾ, പരിസരബോധമില്ലാതെ ജീവിക്കുമ്പോൾ, വാത്സല്യമുള്ളവരെ, അവൻ ആ രാത്രി കൊല്ലപ്പെടുകയാണ്. എന്നാൽ പരിസരബോധത്തോടെ ജീവിച്ച് രക്ഷപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതം യോശുവയുടെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ഇതാ, എറീഹോ എന്ന് പറയുന്ന ആ പട്ടണം പിടിക്കുവാനായിട്ട് യോശുവയുടെ നേതൃത്വത്തിൽ അനേകം വ്യക്തികളെ എറീഹോ കോട്ട കീഴടക്കുവാനായിട്ട്, ഒളിഞ്ഞു നോക്കുവാനായിട്ട്, ഉറ്റുനോക്കുവാനായിട്ട് അയക്കുന്നു.
ആ ഒറ്റുകാരെയൊക്കെയും അല്ലെങ്കിൽ ആ എരിഹോ കോട്ടയെക്കുറിച്ച് പഠിച്ച് യോശുവയുടെ സന്നിധിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായ വ്യക്തികൾ കടന്നു വരുമ്പോൾ അവരെ പരിസരബോധത്തോടെ അവരെ താമസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഗണിക സ്ത്രീ, രാഹാബ് എന്നാണ് അവളുടെ പേര്. അവൾക്ക് മനസ്സിലായി ഇനി ദൈവത്തിന്റെ കോപം ഈ എറിഹോ കോട്ടയുടെ മേലുണ്ട്, ഈ എരിഹോ കോട്ട പിടിച്ചെടുക്കാൻ പോവുകയാണ്. അവൾ പരിസരബോധത്തോടെ പ്രവർത്തിച്ചതുകൊണ്ട് എരിഹോ കോട്ട തകർന്നടിഞ്ഞപ്പോൾ ശേഷിച്ചവരിൽ ഒരാൾ രാഹാബാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പരിസരബോധത്തോടെ ജീവിക്കാൻ സാധിക്കണം. ഈ ആധുനിക കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തെ വിവേചിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുവാൻ ഇടയായിത്തീരണം. പൊതുവെ ദീർഘദർശനം പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അവരിങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ്. എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്? അവർ ക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നത് ആ ജനം അനുഭവിക്കാൻ പോകുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ച് അല്ലെങ്കിൽ അവരെ അറിയിക്കുക എന്ന ഒറ്റ ഉത്തരവാദിത്വമല്ല പ്രവാചകന്മാർക്കുള്ളത്. മറിച്ച് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു പ്രവാചകൻ കടന്നു വന്നിട്ട് അവൻ പഴയ നിയമ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവൻ്റെ പഴയ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ എങ്ങനെയാണ് ദൈവജനം തരണം ചെയ്തതെന്നും ദൈവം എങ്ങനെയാണ് അവരെ ഈ പ്രതിസന്ധിയിൽ നിന്ന് സംരക്ഷിച്ചതെന്നും വളരെ വ്യക്തമായി പഠിക്കുകയും ഈ ആധുനിക കാലഘട്ടത്തിൽ അവനിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ഈ ആധുനിക കാലഘട്ടത്തിലെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുകയും തുടർന്ന് അവർക്ക് ദൈവികമായ വെളിപാടുകൾ നൽകുകയും ചെയ്യുന്നവന്റെ പേരാണ് പ്രവാചകൻ. പ്രിയമുള്ളവരെ, ഒരു പ്രവാചക ദൗത്യമാണ് ക്രിസ്ത്യാനികളായ നമുക്കൊക്കെ ക്രിസ്തുവിനെ അനുകരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആധുനിക കാലഘട്ടത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിക്കേണ്ടതിനെ സ്നേഹിച്ച്, ചേർത്ത് പിടിക്കേണ്ടതിനെ ചേർത്ത് പിടിച്ച്, തള്ളേണ്ടതിനെ തള്ളി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, പരിസരബോധത്തോടെ ജീവിക്കുവാൻ, രാഹാബിനെ പോലെ ഭർത്തിമായിയെ പോലെ ദൈവസന്നിധിയിൽ പരിസരബോധത്തോടെ ജീവിച്ച് അനുഗ്രഹം മേടിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായിത്തീരണം. അപ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹപ്രദമായി തീരുക, വിജയകരമായി തീരുക. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുക. അതുകൊണ്ട് പരിസരബോധത്തോടെ ജീവിക്കാൻ ഭർത്തിമായെ പോലെ എനിക്കും നിങ്ങൾക്കും ഇടയായിത്തീരട്ടെ. രണ്ടാമതായി ഭർത്തിമായുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഞാനും നിങ്ങളും കാണുന്ന ഒരു വലിയ പ്രത്യേകത, അവൻ ക്രിസ്തുയേശുവിനെ പരിപൂർണമായി വിശ്വസിച്ചു എന്നുള്ളതാണ്. അവൻ ക്രിസ്തുവിനെ മുമ്പെങ്ങും കണ്ടിട്ടില്ല. ക്രിസ്തുവിനെ കുറിച്ച് ഒരുപക്ഷെ അവൻ ചെവികളിൽ കേട്ടിട്ടുണ്ടാകും. എന്നിട്ടും അവൻ ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. അവൻ്റെ ജീവിതത്തിന് അനുഗ്രഹത്തിന്, അവൻ്റെ ജീവിതത്തിന് സൗഖ്യത്തിന് പര്യാപ്തമായ ഒരേ ഒരാൾ ക്രിസ്തുവാണെന്ന് അവൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ ഭർത്തിയുമായി ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അഭയപ്പെടുക. വാത്സല്യമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, നമ്മളൊക്കെ ഒരുപാട് ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കൊക്കെ ക്രിസ്തു എന്ന് പറയുന്നത്, യേശു എന്ന് പറയുന്നത് സുപരിചിതനാണ്. നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുകയാണ്. എന്നിട്ടും എത്രമാത്രം ആത്മാർത്ഥതയോടെ നമുക്ക് ഈ ക്രിസ്തുവിനെ വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? എത്രമാത്രം നമുക്ക് ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ടോ? അബ്രഹാമിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ഒരു പ്രഭാതത്തിൽ യഹോവയാം ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്. അബ്രഹാം, നീ നിന്റെ വീടും വീട്ടുകാരെയും നാടും നാട്ടുകാരെയും ഒക്കെ വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്നതായ ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞു. വാത്സല്യമുള്ളവരെ, ഇങ്ങനൊരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ നിശ്ചയമായും നമ്മൾ, എൻ്റെ പൊന്നു തമ്പുരാനെ വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ച് ഒരുപക്ഷെ പിന്മാറും. എന്നാൽ അബ്രഹാം, അവൻ ഏത് ദേശത്തേക്കാണ് പോകുന്നതെന്നോ ഏത് ദൈവത്തിൻ്റെ ശരണപ്പെട്ടുകൊണ്ടാണ് യാത്ര ചെയ്യാൻ പോകുന്നതെന്നോ ഒന്നും നിശ്ചയമില്ല. പക്ഷെ മറിച്ച് വിളിച്ച ദൈവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൻ യാത്ര ചെയ്യുക. അവൻ്റെ യാത്രയുടെ അങ്ങേറ്റം, പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകൾക്കിപ്പുറം ഭഗവാനായ പൗലോസ് അപ്പോസ്തലൻ പറയും പോലെ എല്ലാ തലമുറയും വിശ്വാസികളുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുവാൻ തക്കവണ്ണം ഉള്ള വലിയ ശ്രേഷ്ഠമായ നിലയിലേക്ക് അബ്രഹാം ഉയർത്തപ്പെട്ടെങ്കിൽ അതിൻ്റെ കാരണം അവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചു. അതവന് നീതിയായി
കണക്കിട്ടു. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. വീണ്ടും പരിശുദ്ധ കന്യകമർത്തമറിയാം അമ്മയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുക തന്നെ ചെയ്യുമെന്ന് 100% ഉറപ്പാണ്. സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ മാലാഖ വന്ന് പറയുന്ന വാചകങ്ങൾ കേൾക്കുമ്പോൾ നിശ്ചയമായും അന്നത്തെ യഹൂദ പെൺകുട്ടിയുടെ മനസ്സിലുള്ള ചിന്ത കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. ഏത് പ്രതിസന്ധികൾ വന്നാലും നിശ്ചയമായും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമെന്ന് ബോധ്യമുണ്ട്. ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് തന്നെ രക്ഷിക്കാനായിട്ട് ഒരു പക്ഷേ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ സ്വയം കന്യകമർത്തമറിയാം അമ്മ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക്, ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സ്വയം താഴ്ത്തി കൊടുക്കുന്നത്. ആ അമ്മയുടെ ജീവിതം ഇന്നും സൗഭാഗ്യവതി എന്ന തലമുറകൾ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുകയാണ്. വാത്സല്യമുള്ളവരെ, നമ്മുടെയൊക്കെ ക്രിസ്തു വിശ്വാസം, നമ്മുടെയൊക്കെ ദൈവവിശ്വാസം പലപ്പോഴും ചെറിയ പ്രതികൂലതകളുടെ മധ്യത്തിൽ തീർന്നു പോവുകയാണ്. ഭാരതത്തിൻ്റെ പ്രഥമ പൗരനായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹം പറയുന്ന മനോഹരമായൊരു വാചകമുണ്ട്. ദൈവവിശ്വാസത്തിൻ്റെ അഭാവമാണ് ഇന്നത്തെ എല്ലാ സംഘർഷങ്ങളുടെയും കാരണം. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ സഭയിലും എന്തെങ്കിലുമൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവവിശ്വാസമുണ്ടെന്ന് പറയുകയും വിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും പ്രവൃത്തിയിലോ ചിന്തയിലും വാക്കുകളിലും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും പ്രസംഗിക്കാൻ എളുപ്പമാണ്, മറിച്ച് അത് പ്രവർത്തിക്കാനാണ് പാട്. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ ചേർത്ത് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മറ്റൊരാശയമാണ്, ഈ കാലഘട്ടത്തിൽ ഇനി പ്രസംഗിക്കുന്ന വ്യക്തികളെ കൊണ്ടോ പഠിപ്പിക്കുന്ന അധ്യാപകരെ കൊണ്ടോ അല്ല കൂടുതൽ ആവശ്യം, മറിച്ച് ആ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന നല്ല മാതൃകകളെയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്നും ക്രിസ്ത്യാനിയാണെന്നും പരിപൂർണമായി നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ചിന്തകളും വാക്കുകളും പ്രവൃത്തിയുമാണ് നമുക്കുണ്ടാകേണ്ടത്. വാത്സല്യമുള്ളവരെ, ഭർത്തിമായി അങ്ങനെയായിരുന്നു. അവനറിയാം ക്രിസ്തു യേശുവിന് മാത്രമാണ് എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിക്കുക. അതുകൊണ്ട് യേശുവാണ് അതുവഴി പോകുന്നതെന്ന് കണ്ടപ്പോൾ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ ചെയ്യണമേ എന്ന് ആഴത്തിൽ അവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. വാത്സല്യമുള്ളവരെ, നമ്മുടെ ജീവിതവും ഈ ക്രിസ്തു യേശുവിൽ പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട, ക്രിസ്തുവിൽ പരിപൂർണമായി ചേർക്കപ്പെട്ട വിശ്വാസമർപ്പിക്കുന്ന ജീവിതം അബ്രഹാമിനെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ ജീവിക്കുവാനിടയാകണം. ഏതെല്ലാം പ്രതികൂലതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം, പ്രതികൂലതകളും പ്രതിസന്ധികളും രൂക്ഷമാകുമ്പോഴൊക്കെ ഓർത്തുകൊള്ളണം, ക്രിസ്തു കൂടെയുണ്ട്. ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ക്രിസ്തു കൂടെയുണ്ട്. അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. വാത്സല്യമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലതകൾ കടന്നു വരട്ടെ, പ്രതിസന്ധികൾ കടന്നു വരട്ടെ. വിശ്വാസ ജീവിതം നയിച്ച ഓരോ വിശുദ്ധന്മാരുടെയും ജീവിതം ഞാനും നിങ്ങളും പരിശോധിക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിതം പട്ടുമെത്തയിലുള്ള ജീവിതമല്ലായിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളൊക്കെ പൂക്കൾ വിരിച്ചതല്ലായിരുന്നു, മറിച്ച് മുള്ളും കുണ്ടും കുഴികളും നിറഞ്ഞതായിരുന്നു. കഷ്ടതകളും വേദനകളും ഭാരങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതം നയിച്ചവരായിരുന്നു വിശുദ്ധന്മാരൊക്കെ. വാത്സല്യമുള്ളവർ, എന്നിട്ടും അവർ ഇന്ന് വിശുദ്ധന്മാരായി നമ്മളാൽ ബഹുമാനിക്കപ്പെടുകയും മധ്യസ്ഥ യാചിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം കാതുകൾ കുറുമിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം അവർ ക്രിസ്തുവിൽ അവരുടെ ജീവിതത്തെ അർപ്പിച്ചു, ക്രിസ്തുവിൽ അവർ പരിപൂർണമായി വിശ്വസിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം അപ്രകാരം ക്രിസ്തു കേന്ദ്രീകൃതമായി തീരണം. അപ്പോഴാണ് ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും പറയുവാനായിട്ട് സാധിക്കുക. തീച്ചുള സിംഹക്കുഴി, പൊട്ടക്കിണർ, മരുഭൂ, ജയിലറ, ഈർഷവാളോ, മരണമോ വന്നിടട്ടെ, അതിനൊന്നും എൻ്റെ മനസ്സിനെ എൻ്റെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിന്ന് ഇളക്കാൻ സാധിക്കില്ല. അത്ര വലിയ പ്രത്യാശ, അത്ര വലിയ അടിയുറച്ച വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ ക്രിസ്തുവിനെ വിട്ട്, ക്രിസ്തു സഭയെ വിട്ട്,
വിശ്വാസം വിട്ട് അകന്നോടിപ്പോകുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ഒരു വിശ്വാസിയല്ല ക്രിസ്തു ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അദൃശ്യമായ കരം നമ്മുടെ കൂടെയുണ്ടെന്ന ബോധ്യത്തോടെ ക്രിസ്തു സന്നിധിയിലേക്ക് ചേർന്നിരിക്കാൻ എനിക്കും നിങ്ങൾക്കും ഇടയായിത്തീരുന്നു. പ്രതികൂലതകളുടെ മധ്യത്തിൽ മടുത്തു പോകാതെ, തകർന്നു പോകാതെ, ഓടിപ്പോകാതെ, ആ പ്രതികൂലതകളുടെ മധ്യത്തിൽ ചേർന്ന് നിന്ന്, ഉറച്ചു നിന്ന്, ക്രിസ്തുവിലേക്ക് കൂടുതൽ ചേർന്ന് നിന്ന ബർത്തിമായിയാണ് ഞാനും നിങ്ങളും ഈ വേദഭാഗത്ത് കാണുന്നത്. ബർത്തിമായുടെ ജീവിതത്തിൽ മൂന്നാമത്തെ പ്രത്യേകത കൂടി പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിച്ചുകൊള്ളട്ടെ. ബർത്തിമായി സൗഖ്യം നേടി. യേശുക്രിസ്തു ബർത്തിമായിക്ക് സൗഖ്യം കൊടുത്തു. വാത്സല്യമുള്ളവരെ, ഈ സൗഖ്യദാന ശുശ്രൂഷയ്ക്ക് ശേഷം ബർത്തിമായി എന്ത് ചെയ്തു എന്നറിയാമോ? അവൻ ക്രിസ്തുവിനെ അനുഗമിച്ചു എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തുക. അവൻ ക്രിസ്തുവിനെ അനുഗമിച്ചു. യേശുക്രിസ്തു പലപ്പോഴും വേദനയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 10 കുഷ്ഠരോഗികൾക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. അതിലൊരു വ്യക്തി മാത്രം മടങ്ങി വന്നിട്ട് ക്രിസ്തുവിനോട് നന്ദി പറഞ്ഞിട്ട് പോയി. അപ്പോൾ കർത്താവ് വേദനയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ബാക്കി 9 പേരെ എവിടെ? ആ ബാക്കി 9 പേർ എവിടെ പോയി? പ്രിയമുള്ള ഒരു ബർത്തിമായുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ നന്ദിയുള്ള ജീവിതം നയിക്കുന്നവനായിരുന്നു. കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവൻ്റെ പേരാണ് ബർത്തിമായി. പലപ്പോഴും നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ ഈ നന്ദിയുള്ള ജീവിതമാണോ നമ്മുടെ ജീവിതം? ദൈവസന്നിധിയിൽ നന്ദിയോടെ നിൽക്കാൻ, ചെയ്തു തന്ന എല്ലാ കൃപകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവമേ നന്ദി പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ ദൈവിക കൃപകൾ മുഴുവൻ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരുന്നത് ഈ സഭയിലൂടെയാണ്, പൗരോഹിത്യത്തിലൂടെയാണ്, പുരോഹിതന്മാരിലൂടെയാണ്. അവരോടൊന്ന് നന്ദി പറയാൻ, നമ്മെ കരുതുന്ന നമ്മുടെ മാതാപിതാക്കളോട്, നമ്മെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട്, നാം വളർത്തുന്ന ദിനം രൂപപ്പെടുത്തുന്ന നമ്മുടെ പുതിയ പുതിയ പാഠങ്ങളിലേക്ക് പോലും നമ്മെ നയിക്കുന്ന നമ്മുടെ മക്കളോട്, നമ്മുടെ സഹജീവികളോട്, പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലതകളുടെ മധ്യത്തിൽ നമ്മെ ചേർത്ത് പിടിച്ച കുറേ മനുഷ്യരുണ്ട്, കുറേ ജീവിതങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ അവർ പറഞ്ഞൊരു സ്വാന്തന വാക്കാകാം, അവരുടെ ഒരു ചെറിയ കൈത്താങ്ങലാകാം എന്നെ ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നു. നന്മയുടെ കാലഘട്ടത്തിൽ, സന്തോഷത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുമിച്ച് ജീവിച്ചിരുന്ന നമ്മളൊക്കെ ഇന്ന് പല പല സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ, ആ പഴയ കാലത്ത് നമ്മുടെ വേദനയുടെ മധ്യത്തിലൊക്കെ നമ്മുടെ ചേർത്ത് പിടിച്ച മനുഷ്യരുണ്ട്. അവരെ നന്ദിയോടുകൂടി ഒന്ന് ഓർക്കാൻ, അവരോടൊന്ന് സ്നേഹപൂർവ്വം സംസാരിക്കാൻ, ഒന്ന് ഇടപെടാൻ, അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവരെ ഓർത്ത് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് സാധിക്കുന്നുണ്ട്. ശാന്തമായി നമ്മൾ ചിന്തിക്കണം. ഈ കാലഘട്ടത്തിൽ നന്ദി എന്ന വാക്ക് അത് പ്രസംഗത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൻ്റെ അവസാനം പറയുന്ന ഒരു വലിയ പ്രസംഗമായി മാത്രം മാറാതെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ നന്ദിയുള്ള മനസ്സ് നമുക്കൊക്കെ ഉണ്ടാകും. വളരെ ഭംഗിയായി ഭക്ഷണം പാകം ചെയ്യുന്ന അമ്മയോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, ജീവിത പങ്കാളികളോട് പരസ്പരമൊക്കെ ഈ നന്ദി നിറഞ്ഞ ഹൃദയം വേണ്ടേ? ഈ നന്ദിയുടെ അനുഭവം ഉണ്ടാകണ്ടേ? കത്തോലിക്ക സഭയുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ മനോഹരമായൊരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അദ്ദേഹം എങ്ങനെയാണ് പറയുക? ഒരു കുടുംബജീവിതം ഏറ്റവും കൂടുതൽ ഫലഭൂഷ്ടമായി തീരുവാൻ, വിജയകരമായി തീരാൻ 3 വാക്കുകളാണ്. ഒന്ന്, മേ ഐ എന്ന. ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും പരസ്പരം അത് ചെയ്തോട്ടെ എന്നൊരു അനുവാദം ചോദിക്കണം. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് സോറി എന്ന വാക്കാണ്. തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ ഉടനെ തന്നെ അത് ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും പരസ്പരം മാപ്പ് ചോദിക്കാനുള്ളൊരു മനസ്സുണ്ടാകും. മൂന്നാമതായി അദ്ദേഹം പറയുന്നത് താങ്ക്സ് ആണ്. പരസ്പരം നന്ദിയുള്ളവരാകണം. അപ്പോഴാണ് കുടുംബജീവിതം വിജയകരമായി തീരുക. വാത്സല്യമുള്ളവരെ, ഈ ധ്യാനചിന്ത അതിനുപകരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ബർത്തിമായുടെ ജീവിതമാണ് ഈ നിനവേ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചത്. 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പരിസരബോധമുള്ള ജീവിതം നയിച്ചവനായിരുന്നു ബർത്തിമായി. അവൻ നമ്മെ കുറിയലായിസോൻ ചൊല്ലാൻ പഠിപ്പിച്ചവനാണ്. ആദ്യമായി കുറിയലായിസോൻ എന്ന വാക്ക് പഠിപ്പിച്ചു തന്നവൻ്റെ പേരാണ് ബർത്തിമായി. അവൻ പരിസരബോധമുള്ളവനായിരുന്നു. ഈ കാലഘട്ടത്തെ വിവേചിച്ചറിഞ്ഞ പരിസരബോധത്തോടെ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും ഇടയായിത്തീരണം. രണ്ടാമത്തെ പ്രത്യേകത,
അവൻ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. പ്രതികൂലതകൾ വന്നു, പ്രതിസന്ധികൾ വന്നു, പക്ഷെ അതിലൊന്നും തളരാതെ അവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചു. 3, അവൻ ക്രിസ്തുവിനെ അനുഗമിച്ചു. അവൻ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനായിരുന്നു. അപ്രകാരം നന്ദിയുള്ള ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും ഇടയായി തീരട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ, ഈ വലിയ അവസരം എനിക്ക് തന്ന ഇത്രയും ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനോടും ദേവാലയത്തിൻ്റെ എല്ലാ ഭാരവാഹികളോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.